വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് അറേബ്യ. സാംസ്കാരിക സമന്വയം എന്നത് പല തലങ്ങളിലാണ്. വസ്ത്രമേഖലയിലും അത് പ്രകടമാണ്. ഇന്ത്യൻ സാരികൾ ലോകോത്തരമാണ്. അതിലൂടെ ഒമാനി വസ്ത്രങ്ങൾക്ക് രൂപം നൽകുകയാണ് റുക്കിയ എന്ന വനിത. കരവിരുതിൻ്റെ ആ വിസ്മയ ലോകത്തേക്കാണ് അടുത്ത യാത്ര. ഒമാനികൾക്ക് അണിഞ്ഞൊരുങ്ങാൻ തയ്യാറാകുന്ന ഈ വസ്ത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നൂലിഴകൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ അവയിൽ ഇന്ത്യൻ തനിമ കണ്ടെത്താം. ഇന്ത്യൻ സാരികളിൽ നിന്ന് ഒമാനി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയയാവുകയാണ് ഒമാനി വനിത റുക്കിയ അൽ ഹാർത്തി. മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ താൽപ്പര്യപ്പെടാത്തതിനാൽ തൽക്കാലം റുക്കിയയെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. പകരം റുക്കിയയുടെ കരവിരുതുകൾ നേരിൽ കാണാം. റുക്കിയ രൂപം നൽകിയ സാൾഫ് എന്ന കമ്പനിയുടെ ഓപ്പറേഷൻസ് മാനേജർ മംഗലാപുരം സ്വദേശി അബ്ദുൽ മജീദ് യൂസഫ് തൽക്കാലം നമ്മോട് വസ്ത്രങ്ങളുടെ പ്രത്യേകതകൾ വിവരിക്കും. ഈ ഡിസൈനൊക്കെ ഒമാനി ട്രഡീഷണലാണ്, പക്ഷേ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എല്ലാം മറ്റേ ഇന്ത്യൻ ആണ്. കേരള ഓണം സാരിയാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുക. അതിലെ ഈ മൊത്തം സാധനങ്ങൾ ഞങ്ങളുടെ നാട്ടിൻ്റെ ഇന്ത്യൻ സാധനങ്ങളാണ്. പേൾ കാണാം, സ്പ്രിങ്സ് കാണാം, പിന്നെ ഈ രേശമൊക്കെ ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. കേരളത്തിൻ്റെ കസവ് സാരികളും കശ്മീർ സാരികളും പട്ടുസാരികളും ഇവർ ഇതിനായി ഉപയോഗിക്കുന്നു. ഇതൊരു ഇന്ത്യൻ സാരിയാണ്. ഇത് ഞങ്ങൾ നാട്ടിൽ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ സാരിയാണ്. സിൽക്കാണ്. അധികം വിലയുള്ള ഒരു സാരിയാണിത്. ഇത് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതിൽ കൈകൊണ്ട് ഉണ്ടാക്കിയ വർക്കാണിത്. ഇതിന് ഈ വർക്ക് ചെയ്യാൻ മിനിമം 3 ദിവസം വേണ്ടി വരും. ഈ വർക്ക് ചെയ്യാൻ ഇത് സ്പ്രിങ് കൊണ്ടും മറ്റേ ചെറിയ ചെറിയ ബീഡ്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വർക്കാണ്. റുക്കിയ അൽ ഹാർത്തി മാർക്കറ്റിംഗിലാണ് പഠനം നടത്തിയത്. പക്ഷേ എത്തിപ്പെട്ടത് ഫാഷൻ രംഗത്താണ്. 2009 ഫാഷൻ ഡിസൈൻ മേഖലയിലേക്ക് തിരിഞ്ഞ ഇവർ 2010 സാൾഫ് എന്ന കമ്പനിക്ക് രൂപം നൽകിയത്. 2015 ഫാഷൻ ഡിസൈനിങ്ങിനുള്ള അൽമറ എക്സലൻസി അവാർഡിന് അർഹയായി. ഭക്ഷണത്തിലും സംസ്കാരത്തിലും പരസ്പര ബന്ധം പുലർത്തുന്നു എന്നതുകൊണ്ടാണ് ഇന്ത്യൻ വസ്ത്രങ്ങളെ ഒമാനി വസ്ത്രങ്ങളിലേക്ക് ആവേശിപ്പിക്കാൻ തനിക്ക് പ്രേരണയായതെന്ന് റുക്കിയ പറഞ്ഞു. അത് റുക്കിയയുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം. India and Oman have many similarities in culture, food and fashion. That's why I prefer to use Indian textiles in my design, such as Kerala Onam Sari. കഴിഞ്ഞ വർഷം ഒമാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ഒമാൻ എംബസി റുക്കിയ സാരി കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ മാത്രം അണിനിരത്തി പ്രദർശനം സംഘടിപ്പിച്ചു. കുവൈത്ത്, ബഹ്റൈൻ, സൗദി, ബ്രിട്ടൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ നിരവധി പേർ ഈ വസ്ത്രങ്ങൾ ഓൺലൈനിലൂടെ സ്വന്തമാക്കുന്നുണ്ട്. നെതർലൻഡ് ആസ്ഥാനമായ വേൾഡ് റോസ് സൊസൈറ്റി പുതുതായി കണ്ടെത്തിയ റോസാ പുഷ്പത്തിന് സുൽത്താൻ കാബൂസ് റോസ് എന്ന് പേര് നൽകിയിരുന്നു. ഈ പനിനീർ പുഷ്പം വസ്ത്രങ്ങളിൽ ഉപയോഗിച്ചും റുക്കിയ ശ്രദ്ധേയയായി. പന്ത്രണ്ട് ഇന്ത്യൻ ജീവനക്കാരാണ് ഇവരുടെ വസ്ത്രശാലയിൽ പ്രവർത്തിക്കുന്നത്. ഇവരിൽ മിക്കപേരും ഉത്തർപ്രദേശിൽ നിന്നുള്ളവരാണ്. തുന്നൽ പണികളിലും അലങ്കാരപ്പണികളിലും യുപിക്കാരുടെ മികവ് റുക്കിയ സാക്ഷ്യപ്പെടുത്തുന്നു. റുക്കിയ രൂപം നൽകുന്ന വസ്ത്രങ്ങളുടെ ഓരോ നൂലിഴയിലും ഒമാൻ ഇന്ത്യ സാംസ്കാരിക ബന്ധത്തിന്റെ കരുത്തുറ്റ ഇഴയടുപ്പമുണ്ട്. വീക്കെൻഡ് അറേബ്യയിൽ ഒരു ഇടവേള കൂടി.